ഇസ്രായേലി മന്ത്രിമാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ അവർ ഒളിസങ്കേതത്തിൽ നിൽക്കുന്നതിന് തുല്യമായിരിക്കുന്ന രീതിയാണ്. കാര്യം ഇസ്രായേൽ അനാവശ്യമായ രീതിയിൽ ഇറാന്റെ വിഷയത്തിൽ ഇടപെടുകയും കനത്ത രീതിയിലുള്ള തിരിച്ചടിയിൽ തോറ്റ് ലോകത്തിന് മുൻപിൽ നാണം കെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളിൽ ജീവിക്കുന്ന ജൂത വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറത്തു പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഇസ്രായേൽ സർക്കാർ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി. ഇപ്പോൾ ഇറാന്റെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് 40,000-ലധികം വീടുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും 100-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 1000-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉണ്ടായിരിക്കുന്ന സംഭവമാണ്. തലസ്ഥാന നഗരി പ്രേതഭൂമിയായിരിക്കുന്നു എന്നുള്ളതാണ് ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലാരംഭരായിരിക്കുന്നവരുടെ രോദനം, അലക്ഷ്യമായ രീതിയിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീടില്ലാത്ത കാരണത്താൽ പോകുന്നത്, തൊഴിൽ മേഖല നഷ്ടപ്പെട്ടത്, വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ടൂറിസം തകർന്നത്, അങ്ങനെ തുടങ്ങുന്ന പരാജയത്തിൻ്റെയും നിരാശയുടെയും നഷ്ടത്തിൻ്റെയും കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലുകൾക്ക് ഇപ്പോൾ വിവരിക്കാനുള്ളത്. സഹായം തേടിക്കൊണ്ട് ഇസ്രായേൽ മറ്റുള്ള രാജ്യത്തെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളത് പോലും പറയുന്നു. എന്നാൽ ഒരു രാജ്യവും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനെ തിരിച്ച് സഹായിക്കില്ല എന്നുള്ള നിലപാടിലേക്കാണ് എത്തിയത്. കാരണം അവരുടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവസാനിക്കണം എന്നുള്ളതാണ് ലോകത്തിൻ്റെ കാഴ്ചപ്പാട് എന്നുള്ളിടത്തേക്ക് ലോകം ഇപ്പോൾ എത്തിയിരിക്കുന്നത്.